നാടിൻ്റെ മുഖമുദ്രയാണ് അവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ഒരു കാലത്ത് പാലക്കാടിൻ്റെ മേൽവിലാസമായിരുന്ന ടൗൺ ഹാൾ ഇന്ന് എവിടെയാണ്? ഫ്രഞ്ച് മാതൃകയിൽ നവീകരണം ലക്ഷ്യമിട്ട പദ്ധതി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇങ്ങനെയാണ്. നിഖിൽ പ്രമേശൻ റിപ്പോർട്ട്. ആ വ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗവും കൃഷിക്കാരും അധ്വാനിക്കുന്നവരും പോരാടി മുമ്പോട്ടേക്ക് വരികയും അബ്ദുൾ ഗാഫർ ഖാൻ തന്റെ കേരള പര്യടനത്തിന്റെ സമാപന ദിവസമായ 1970 ജനുവരി 8-ന് 10 ലക്ഷം രൂപ നിർമ്മാണ ചെലവ് കണക്കാക്കിയാണ് ഇന്ന് കാണുന്ന മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. CPIM പ്ലീനം, സംസ്ഥാന സ്കൂൾ കലോത്സവം, മെഗാ ഇവന്റുകൾ, അങ്ങനെ പാലക്കാടിന്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ഇവിടം. ടൗൺ ഹാള് ആദ്യകാലങ്ങളിലെല്ലാം പാലക്കാട്ട് ഏറ്റവും പ്രൗഢമായ വേദികളിലൊന്നായിരുന്നു പാലക്കാട് ടൗൺ ഹാൾ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമ്മേളനങ്ങളും അതുപോലെ തന്നെ പൊതുപരിപാടികളും, കഞ്ചിക്കോട് കമ്പനികളുടെ വാർഷികങ്ങൾ, അതുപോലെ തന്നെ സ്വകാര്യ കല്യാണങ്ങൾ ഉൾപ്പെടെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രൗഢമായ വേദികളിലൊന്നായിരുന്നു ഈ ടൗൺ ഹാൾ. അന്ന് ടൗൺ ഹാളിൽ പരിപാടികൾ നടത്തുക എന്നത് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായിരുന്നു. ഇന്നിപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും സ്വൈര്യവിഹാര കേന്ദ്രം മാത്രമായി ഈ സാംസ്കാരിക ഇടം. കെട്ടിടത്തിന്റെ ശോഭ കെട്ടതോടെ ഫ്രഞ്ച് പാർലമെന്റ് മാതൃകയിൽ മോടി കൂട്ടാൻ തീരുമാനിച്ച് 3.25 കോടി രൂപ നൽകിയത് അന്നത്തെ MLA ഷാഫി പറമ്പിൽ. ഫ്രഞ്ച് മാതൃക വരെ എത്തിയില്ലെങ്കിലും പഴയ രീതിയിൽ തിരികെ തരാനാകുമോ എന്ന് ചോദിക്കുന്നു പാലക്കാട്ടുകാർ. ഈ പാലക്കാട് ഭരിക്കുന്ന BJP നഗരസഭയ്ക്ക് ഈ ടൗൺ ഹാൾ യാഥാർത്ഥ്യമാക്കുന്നതിനോടുള്ള ആത്മാർത്ഥ കുറവിൻ്റെ നിത്യസാക്ഷ്യമാണ് ഇന്ന് നമ്മൾ ഈ പണി നീണ്ടുപോകുന്ന ഈ ടൗൺ ഹാളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിലാണ് ഈ പദ്ധതി ഇന്നും യാഥാർത്ഥ്യമാവാതെ പാലക്കാട്ടുകാർക്ക് ഗുണം കിട്ടാതെ ഇതിങ്ങനെ നീണ്ടുപോകുന്നത്. MLA നഗരസഭയെയും നഗരസഭ MLAയെയും പഴിചാരുന്നതൊഴിച്ചാൽ ടൗൺ ഹാൾ ഇന്നൊരു മേശപ്പുറത്തെ ഫയൽ മാത്രമാണ്. പുനരുദ്ധാരണത്തിന്റെ പേരിൽ കൊട്ടിയടച്ച ടൗൺ ഹാളിന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും ശാപമോക്ഷം കിട്ടുമോ എന്നാണ് പാലക്കാട്ടുകാർ ചോദിക്കുന്നത്. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കല്ലായി കടവത്തോ. നിറഞ്ഞു കവിഞ്ഞ ആൾക്കാർക്ക് നടുവിൽ നിന്ന് ഇങ്ങനെ പാടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ടൗൺ ഹാളിന്റെ വിധി ഇങ്ങനെയായിപ്പോയി. ഇത്തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥിയെങ്കിലും ഒരു ടൗൺ ഹാൾ എന്ന പാലക്കാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യം നിറവേറ്റിത്തരട്ടെ. മുഹമ്മദ് അർഷാഖിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. താങ്ക് യു പാട്ട് റിപ്പോർട്ടർ നിഖിൽ പ്രമേഷ്. നിഖിലിൻ്റെ പാട്ട് എപ്പോൾ കടന്നു വരാം, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത.